സ്വാഗതം. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചേ, പക്ഷെ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയാവാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ച തൊട്ടിട്ട് വൈകുന്നേരം, അതായത് രാത്രി വരെയുള്ള ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് ലേറ്റായി കുളിക്കാൻ. അതിന് യൂഷ്വലി ഞാൻ രാവിലെ കുളിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇത്തിരി ലേറ്റായി പോയി കുളിക്കാനായിട്ട്. അപ്പോൾ വീടൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. തുണികൾ കുറച്ച് മടക്കി വയ്ക്കേണ്ടായിരുന്നു. അത് മടക്കി ഒരു ഷെൽഫ് ഒതുക്കൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് അൽഗോയത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഉച്ചയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും കുളിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളുടെ ഒരു പ്രാവശ്യത്തെ കുളി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിക്കുമ്പോൾ വീണ്ടും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പിയായിട്ടുണ്ട്. ഇനി നമുക്ക് തിരുമ്പിയ തുണി വെള്ളത്തിൽ കളിച്ചാലും പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തുണി മാടിമേലൊന്ന് വിരിച്ചിടണം. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാം. അപ്പം നമുക്ക് മാടിമേലെ പോകാം. അപ്പോൾ ഗസ് തുണി വിരിച്ചിട്ടൊക്കെ കഴിഞ്ഞു. രാവിലെ ഇതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. രാവിലത്തെ തുണികൾ വിരിച്ചിട്ട് രാവിലെ തുണി എന്ന് പറഞ്ഞാൽ 8 വന്നപ്പോൾ പിന്നെ ഒരു 10 മണിക്ക് എപ്പോഴാണ് തുണികൾ കൊണ്ട് വിരിച്ചിട്ട് 10-10 വിരിച്ചിട്ട് എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്ര ചൂടുണ്ട്. ഇതപ്പോൾ ഇട്ടത് 1 മണിക്കൂർ ഞാൻ നോക്കുമ്പോഴേക്കും നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് ഇനി ഒരു ട്രിപ്പ് കൂടി കൊണ്ടുവന്നിടാണ്ട്. അപ്പോൾ അതിന് വൈകുന്നേരം കൊണ്ടുവന്നിടാന്ന് വെച്ചിട്ട് നല്ല വെയില കാലൊക്കെ കുട്ടികളുടെ പുള്ളി തുടങ്ങി. അപ്പോൾ ഞങ്ങളിനി പോയി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കിടക്കട്ടെ. അത് ഇനി എണീറ്റിട്ട് അടുത്ത ട്രിപ്പ് കൊണ്ടുവന്നിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഭക്ഷണത്തിനുള്ളത് ചോറും മസാലക്കറി ഉണ്ട്, പിന്നെ കുക്കുംബർ സലാഡ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാൻ പോവാണേ അല്ലേ കണ്ണു? ഞങ്ങൾ കുറച്ച് നേരം കെട്ടിപ്പിച്ച് ഒങ്ങും. ഒരു 3-3:30 വരെയൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങും. ഇപ്പം സമയം ഏകദേശം 1:45 കഴിഞ്ഞു. ഇവർ ഉറങ്ങി വരുമ്പോൾ തന്നെ 2:15 കഴിയും. 1 മണിക്കൂറൊക്കെ കഷ്ടി ഉറങ്ങുള്ളൂ. അത് ഞാൻ നിർബന്ധിച്ച് പിടിച്ച് കിടത്തുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ഇട്ടില്ല അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളൊരു 3:30 വരെ കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഇവരുറങ്ങിയാലാണ് എനിക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. ഉറങ്ങി എണീറ്റിട്ട് കാണാം ഗൈസ്. ആരെങ്കിലും ഈ ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടുണ്ടോ? ബാസ്കിൻ റോബിൻസിൻ്റെ ഫൺ വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓറിയോ ക്രീം ടെക്സ്റ്റ് നല്ല ഐസ്ക്രീമാണ്. അത് അത്ര റേറ്റ് ഒന്നുമില്ല. ഇത്രയാ 75 എത്രയും ഉള്ളൂ. നല്ല വലിയൊരു ഐസ്ക്രീമാണ് കേട്ടോ, ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ. നല്ല ടേസ്റ്റും ഉണ്ട്. പുറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ. എനിക്ക് ചപ്പാത്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ മാവൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പോയി കിടന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേഗം ചപ്പാത്തി പരത്താം. അപ്പോൾ ഗൈസ് നമ്മുടെ ചായയും പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അട, നമ്മുടെ നാട്ടിലെ അട, ഇവിടെ മധുര ചപ്പാത്തി എന്നൊക്കെ പറയും ഇവർ. അതായത് നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ നാളികേരവും ശർക്കരയൊക്കെ ഫില്ല് ചെയ്തിട്ട് മടക്കിയിട്ട് ചുട്ടെടുക്കണത്. ഇവിടെ എന്താ വെച്ചാൽ വാഴയിലൊന്നും കിട്ടാനില്ല. ഇവിടെ നമുക്ക് പറമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാഴയില കിട്ടാനില്ല. വാഴ മേടിക്കണമെങ്കിൽ എന്നെ 10-20 രൂപ കൊടുക്കണം. ഹിന്ദിയിൽ സ്വീറ്റ് റോട്ടി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിലേക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഇലയ്ക്ക് തന്നെ 10-20 കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെയല്ല മേടിക്കാറ്. വല്ല പിറന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓണം വിഷു അങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ. അപ്പോൾ അവിടെ തിന്നണമെന്ന് തോന്നിയാൽ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. നാട്ടിലെ തന്നെ ഉഷ്ടമാണ് നമുക്കിതൊക്കെ
അപ്പം ചായ കുടിക്കട്ടെ കേട്ടോ. എത്രയൊക്കെ ഉണ്ടാക്കിയാലും അടയുടെ ടേസ്റ്റ് ഒരിക്കലും ചപ്പാത്തിക്ക് കിട്ടില്ല. ചപ്പാത്തിന് അട തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരാഗ്രഹം, അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അപ്പൂട്ട് എപ്പോഴും എൻ്റെ ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചുറ്റയുടെ അടുത്തൊക്കെ പറയും, എനിക്ക് അട ഉണ്ടാക്കി തരും, അട ഉണ്ടാക്കി വൈകുന്നേരം അവൻ അട കിട്ടണം. എന്നിട്ട് അവൻ ചേച്ചി പോയി ഇലയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ട് അവൻ അട ഉണ്ടാക്കി കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ് അട എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. നാട്ടിൽ പോയി അവൻ എൻ്റെ വീട്ടിൽ ആവശ്യപ്പെടുന്ന ഓരോരോ കാര്യം അട ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം. ഞാനാണ് ഈ മാങ്ങയുടെ സീസണായ എനിക്ക് മാങ്ങ ഭയങ്കര പ്രാന്താണ്. ഞാൻ വീട്ടിൽ പോയി ആകെ ചോദിക്കുന്നത് മാങ്ങ ഉണ്ടോ, മാങ്ങ ഉപ്പിലിട്ടോ. എൻ്റെ വീട്ടിലെപ്പോഴും മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കും എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചായ കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. രാത്രിയിലേക്കുള്ള ഡിന്നറൊക്കെ സെറ്റായി. ചപ്പാത്തി പിന്നെ രാവിലത്തെ മസാലക്കറിയുടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇതാണ് അവിടുത്തെ ഈവനിങ് വൈബ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് നേരം ഒന്ന് ടി വി കാണണം, കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കളിക്കണം. രതീഷേട്ടൻ വന്നിട്ടുണ്ട്, രതീഷേട്ടൻ ചായ കൊടുക്കണം. പിന്നെന്താ, ഇനി നമുക്ക് രാത്രി ഡിന്നറിൻ്റെ സമയത്ത് കാണാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ആ ഒരു 2 പ്ലേറ്റ് കൂടെയും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കള ക്ലീൻ ചെയ്യണം. നമ്മുടെ അടുക്കളയൊക്കെ നമ്മളിതാ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് രാത്രിയിലേക്ക് കുടിക്കാൻ ആവശ്യത്തിന്. പിന്നെ കണ്ണപ്പനുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പൂട്ടൻ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ വർക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പം ബൈ.